ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻകറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. 1 കിലോ ആവോലി നല്ല കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. പുറത്തെ തൊലിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മീൻ കഴുകുമ്പോൾ കുറച്ച് വിനേഗറോ നാരങ്ങയോ എന്തെങ്കിലും ചേർത്ത് കഴുകുക. അപ്പോൾ ആ ഉളുമ്പ് മണം ഒന്നും ഉണ്ടാവത്തില്ല. ഇതിന് വേണ്ടുന്ന മസാല നമുക്ക് ആദ്യം റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ നല്ലതാണ്. അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. 1 കിലോ മീനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തത്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മീൻകറി വെക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് വേണം. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള കുടംപുളിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു വലിയ കഷ്ണം കുടംപുളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുളിക്ക് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഈ മിക്സിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മീനൊന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവോലി മീൻ്റെ പുറത്തെ തൊലി കളയുവാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരുന്നോളും. മുഴുവൻ മീനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ഒരളവിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേണം മീൻ വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. കറിയൊക്കെ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻ പൊടിഞ്ഞു പോകാതെ വേണം സ്പൂണിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ചട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. മീൻ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടി ചാറോട് കൂടിയാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി വേണം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഇത്രയും മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.25 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പം മീൻകറി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നോളും. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് എരിവും പുളിയും ഉപ്പും ഒക്കെ നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിച്ച് കൊടുത്താൽ മതി. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മീൻ കറിയിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല. നല്ല കട്ടിയോടുകൂടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ മൊരിഞ്ഞ് നല്ലൊരു കളറാവട്ടെ. കറിയുടെ കളറൊക്കെ ഇരുന്ന് കഴിയുമ്പം നല്ലൊരു കളറിലോട്ട് വരും കേട്ടോ. ഉള്ളിയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. മറ്റൊരു റെസിപ്പിയിലൂടെ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.